പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഈ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് റീഡിംഗ് ആൻഡ് മോഡേൺ അറബിക് പ്രോസിലെ മോഡൽ ക്വസ്റ്റ്യൻ, സെക്കൻഡ് ക്വസ്റ്റ്യൻ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിലെ സെക്ഷൻ ബി ആണ്. അജിബ് അൻ ഖംസത്തി മിനൽ അസ്ലത്തിൽ ആതിയ ഫീ ജുംലത്തിൻ ഔ ജുംലത്തൈനി യഹ്മിലു കുല്ല വാഹിദി മിൻഹ അലാമത്തൈൻ. ശേഷം തന്ന ചോദ്യങ്ങൾക്ക് 5 ചോദ്യങ്ങൾക്ക് ഒരു വാക്യത്തിൽ അല്ലെങ്കിൽ 2 വാക്യത്തിൽ ഉത്തരം നൽകുക. എല്ലാത്തിനും 2 മാർക്ക് വീതം. 16ാമത്തെ ചോദ്യം, ഐന ഉലിദ സക്കരിയ താമിർ വ മത. സക്കരിയ താമിർ എവിടെയാണ് ജനിച്ചത്, എപ്പോൾ? ആൻസർ, ഉലിദ സക്കരിയ താമിർ ഫി മദീനത്തെ ദിമഷ്കസ് ബിസൂരിയ ആം ഇൻ 1931. സക്കരിയ താമിർ സിറിയയിലെ ദിമഷ്ക് എന്ന പട്ടണത്തിൽ 1931 ജനിച്ചു. 17ാമത്തെ ചോദ്യം, മാഹിയ റിവായ, നോവൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ആൻസർ, റിവായത്തു ഹിയ ഖിസ്സത്തുൻ ഖയാലിയത്തുൻ നസരിയത്തുൻ തവീല തുഅദ്ദു മിൻ അഷ്ഹരി അൻവാഇൽ അദബിൻ നസരി വതഖദ്ദമ ഖസസൻ ശായിഖത്തുൻ തുസാഇദുൽ ഖാരിഉ അല തഫ്കീരി ഫിൽ ഖളായിൽ അഖ്ലാഖിയ വൽ ഇജ്തിമാഇയ അവൽ ഫൽസഫിയ. നോവൽ ഒരു നീണ്ട സാങ്കല്പിക ഗദ്യകഥയാണ്. ഗദ്യ സാഹിത്യത്തിൻ്റെ ഏറ്റവും ജനപ്രിയമായ രൂപങ്ങളിൽ ഒന്നാണ്. വായനക്കാരനെ ധാർമ്മികമോ സാമൂഹികമോ ദാർശനികമോ ആയ വിഷയങ്ങളെക്കുറിച്ച് ചിന്തിക്കാൻ സഹായിക്കുന്ന ആകർഷകമായ കഥകൾ ഇത് അവതരിപ്പിക്കുന്നു. 18ാമത്തെ ചോദ്യം, കാന അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു അക്സറ മാ യദ്കുറുഹു മിൻ അയ്യാമിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യൗമാനി മാ ഹുവ. അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു അവിടുന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദിവസങ്ങളിൽ നിന്ന് ഏറ്റവും ഓർക്കുന്നത് 2 ദിവസങ്ങളാണ്. അത് ഏതൊക്കെയാണ്? ആൻസർ, ഹുമാ യൗമ ലിഖാഇഹി മഅഹു അവല മറത്തിൻ വ യൗമ മുഫാരിഖതിഹി ലഹു ആഖർ മറത്തൻ. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ആദ്യമായി കണ്ട ദിവസവും അവിടുത്തെ വിട്ടുപിരിഞ്ഞ ദിവസം ആണ്. അവിടെ വിട്ടുപിരിഞ്ഞ മറ്റൊരു ദിവസമാണ് അവിടുന്ന് ഏറ്റവും കൂടുതൽ ഓർക്കുന്ന ദിവസം. 19ാമത്തെ ചോദ്യം, മാഹുവ സബബ് ഹുസ്നിൽ അൽ മുഅർരിഖി ഫി മസ്റഹിയത്തി ലഅബ്തുൽ മൗത്ത്. ലഅബ്തുൽ മൗത്ത് എന്ന നാടകത്തിൽ ചരിത്രകാരൻ്റെ ദുഃഖത്തിന് കാരണമായത് എന്താണ്? ആൻസർ, സബബ് ഫഖദാനി ഇബ്നിഹി വ സൗജതിഹി ഫിൽ ഹർബി ബിൽ ഇളാഫത്തി ഇലാ ഇസാബത്തിഹി മറദിൻ മുമയ്യിത്തിൻ നതീജത്തിൽ ഇശ്ആഇല്ലദി വതഹദ്ദദ നിഹായത്തി ഹയാത്തിഹി ഖിലാൽ അശ്ഹുരിൽ ഖലീല ഫളലൻ അൻ സദമത്തിൻ നഫ്സിയത്തി വൽ യഅസി മിൻ ഖസ്വത്തിൽ ആലം. യുദ്ധത്തിൽ മകനും ഭാര്യയും നഷ്ടപ്പെട്ടതും ഏതാനും മാസങ്ങൾക്കുള്ളിൽ അദ്ദേഹത്തിൻ്റെ ജീവിതം അവസാനിക്കുമെന്ന് നിർണയിച്ച ആറ്റോമിക് വികിരണത്തിൻ്റെ ഫലമായി മാരകമായ രോഗം പിടിപെട്ടതും കാരണമായിരുന്നു അത്. കൂടാതെ ലോകത്തിൻ്റെ ക്രൂരതയിൽ അദ്ദേഹത്തിന് മാനസികാഘാതവും നിരാശയും അനുഭവപ്പെട്ടു. 20ാമത്തെ ചോദ്യം, ഉദ്കുർ അർബഅത മിൻ മുഅല്ലഫാത്തി അബ്ദുറഹ്മാൻ റഅഫത്തുൽ ബാഷ. അബ്ദുറഹ്മാൻ റഅഫത്തുൽ ബാഷയുടെ കൃതികളിൽ നിന്ന് 4 എണ്ണം പറയുക. ആൻസർ, സൂറ മിൻ ഹയാത്തി സ്വഹാബ, സൂറ മിൻ ഹയാത്തി സ്വഹാബിയാത്ത്, സൂറ മിൻ ഹയാത്തി താബിഈൻ, നഹ്നു മദ്ഹബുൽ ഇസ്ലാമി ഫിൽ അദബി വൻ നഖ്ദ്. 21ാമത്തെ ചോദ്യം, ഉദ്കുർ മൻസിബൈനി മിനൽ മനാസിബ് റസ്മിയത്തില്ലത്തി തവല്ലാഹുമാ നജീബ് മഹ്ഫൂദ് ഖിലാല ഹയാത്തിഹിൽ മെഹനിയ. നജീബ് മഹ്ഫൂദ് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഔദ്യോഗികമായി ഏറ്റെടുത്തിരുന്ന പോസ്റ്റുകൾ ഏതൊക്കെയാണ്? നജീബ് മഹ്ഫൂദ് തൻ്റെ കരിയറിൽ വഹിച്ച 2 ഔദ്യോഗിക സ്ഥാനങ്ങൾ പറയുക. ആൻസർ, സെക്രട്ടറി ബർലമാനി ഫി വിസാറത്തുൽ ഔഖാഫ്, മുദീറുൽ റഖാബത്തി അലൽ മുസന്നിഫാത്തുൽ ഫന്നിയ ഔ മദീറു ആമിൽ മുഅസ്സസത്തി ദഅ്മു സിനിമ. മതപരമായ എൻഡോവ്മെൻറ്റ്സ് മന്ത്രാലയത്തിലെ പാർലമെൻറ്റ് സെക്രട്ടറി,
കലാസൃഷ്ടികളുടെ സെൻസർഷിപ്പ് ഡയറക്ടർ അല്ലെങ്കിൽ സിനിമ സപ്പോർട്ട് ഫൗണ്ടേഷൻ്റെ ഡയറക്ടർ ജനറൽ. 22ാമത്തേത് കൈഫ ഇന്ദഹത്ത് ഖിസ്സത്തുല്ലദി അബ്തൽ ഖുംബല. അല്ലദി അബ്തൽ ഖുംബല എന്ന കഥ അവസാനിച്ചത് എങ്ങനെ? ഇന്ദഹത്ത് ബി അന്ന സഹ്ഫ ശാബ ബി ശജാഅത്തിൻ ഹത്ത വസല ഇൽ ഖുംബലത്തിൽ മുവഖിത വജലസ ഫൗഖഹ വഅശ്അല സിജാറത്തൻ ഫി മഷ്ഹദി ഇബ്രിസ് ജറഅത്തുഹു വതളഹിയത്തുഹു. യുവാവ് ധൈര്യത്തോടെ ടൈം ബോംബിലേക്ക് ഇഴഞ്ഞു നീങ്ങുകയും അതിനു മുകളിൽ ഇരിക്കുകയും ഒരു സിഗരറ്റ് കത്തുകയും ചെയ്യുന്ന ഒരു രംഗത്തോടെയാണ് അത് അവസാനിച്ചത്. അത് അദ്ദേഹത്തിൻ്റെ ധൈര്യത്തെയും ത്യാഗത്തെയും എടുത്തു കാണിക്കുന്നു. 23ാമത്തെ ക്വസ്റ്റ്യൻ കൈഫ സവ്വറ തൗഫീഖുൽ ഹക്കീം അൽ മർഅത ഫി മസ്റഹിയാത്തിഹി. തൗഫീഖുൽ ഹക്കീം അദ്ദേഹത്തിൻ്റെ നാടകങ്ങളിൽ സ്ത്രീകളെ എങ്ങനെയാണ് ചിത്രീകരിച്ചത്? സവ്വറഹ ബി ഇജ്ലാൽ വഹ്തിറാമിൻ കബീരിൻ യഖ്തറിബു മിന തഖ്ദീസ് വഅതാഹ ദൗറൻ ബാരിസൻ ഈജാബിയൻ യുഅസ്സിറു ഫി ഹർക്കത്തിൽ അഹ്ദാസി വതതവ്വുരിഹ. അദ്ദേഹം അവരെ വളരെ ആദരവോടും ബഹുമാനത്തോടെയും കൂടി ആരാധനയുടെ അതിരുകളോടെ ചിത്രീകരിച്ചു. കൂടാതെ സംഭവങ്ങളുടെ ഗതിയെയും വികാസത്തെയും സ്വാധീനിക്കുന്ന ഒരു പ്രമുഖവും പോസിറ്റീവുമായ പങ്ക് അവൾക്ക് നൽകി. 24ാമത്തെ ചോദ്യം മാഹിയ റിവായത്തുല്ലത്തിൽ ഊലാലി അജീബ് മഹ്ഫൂദ് വഫി അയ്യ ആമിൻ നുശ്റത്ത്. നജീബ് മഹ്ഫൂദിൻ്റെ 1ാമത്തെ നോവൽ ഏതാണ്? ഏത് വർഷത്തിലാണ് അത് പബ്ലിഷ് ചെയ്തത്? ആൻസർ റിവായത്തുൽ ഊലാഹിയ അബസുൽ അഖ്ദാർ. 1ാമത്തെ അദ്ദേഹത്തിൻ്റെ നോവൽ അബസുൽ അഖ്ദാർ ആണ്. ഉനുശറത്ത് ആമ 1939, 1939 അത് പ്രസിദ്ധീകരിച്ചത്. 25ാമത്തെ ചോദ്യം തസവ്വറൽ ഖിസ്സത്തല്ലദി അബ്തൽ ഖുംബല ശുജാഅത വൽ മസ്ഊലിയത്തുൽ ജിത്മാഇയ്യ കൈഫ. അല്ലദി അബ്തൽ ഖുംബല എന്ന കഥ ധൈര്യത്തെയും സാമൂഹ്യ ഉത്തരവാദിത്തത്തെയും ചിത്രീകരിക്കുന്നു എങ്ങനെ? ആൻസർ തുസവ്വിറു ദാലിക മിൻ ഖിലാലി ഇബ്റാസി തളഹിയത്തി ശാബി الذي تطوع واخترق حاجز الخطر ليزحف نحو القنبلة المؤقتة بهدف حماية الأبرياء وإنقاذ أرواح الناس في حيه من الدمار مجسدا أسمى معاني الإيثار والشجاعة في مواجهة أهوال الحرب. നിരപരാധികളെ സംരക്ഷിക്കുന്നതിനും തൻ്റെ അയൽപക്കത്തെ ആളുകളുടെ ജീവൻ നാശത്തിൽ നിന്ന് രക്ഷിക്കുന്നതിനുമായി സ്വമേധയാ മുന്നോട്ട് വന്ന് അപകട തടസ്സം മറികടന്ന് ടൈം ബോംബിലേക്ക് ഇഴഞ്ഞു നീങ്ങിയ യുവാവിൻ്റെ ത്യാഗത്തെ എടുത്തു കാണിച്ചുകൊണ്ട് ഇത് ചിത്രീകരിക്കുന്നു. യുദ്ധത്തിൻ്റെ ഭീകരതകളെ നേരിടുന്നതിൽ പരോപകാരത്തിൻ്റെയും ധൈര്യത്തിൻ്റെയും ഏറ്റവും ഉയർന്ന അർത്ഥങ്ങൾ ഉൾക്കൊള്ളുന്നു. റോഡി സെക്ഷൻ ബിയിലെ എല്ലാ ചോദ്യത്തിനും നമ്മൾ ആൻസർ നൽകി. താങ്ക്സ് ഫോർ വാച്ചിങ്.